സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 സുവർണത്തിന്റെ 5-ാം ദിനം 2 പ്രബന്ധാവതരണത്തോടെ ആണ് ആരംഭിക്കുന്നത്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമസ്കാരം. ആദ്യമായിട്ട് വൈദ്യപുരുഷനായ നായവാലിയുടെ ഏകാധിപത്യത്തിന് മുന്നിൽ ദീപപ്രജ്വലനം നടത്തുകയാണ്. അതിനായിട്ട് ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ ഹരിനാരായണനെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ഹൃദയഭൂമി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സംഗമ ഗ്രാമത്തിൽ 50 വർഷമായി സാംസ്കാരികമായ ഇടപെടലുകളിൽ ഏറ്റവും മുൻപിൽ നിന്നിട്ടുള്ള സംഘടനയാണ് ഡോക്ടർ കെ.ജി. ശാരദ സ്മാരക കഥകളി. ഒരു മാസം പോലും മുടങ്ങാതെ മാസപരിപാടികളും അതുകൂടാതെ ഒരു വർഷത്തിൽ 5-6 വലിയ കേരളം മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും ഈ 50 വർഷമായി ക്ലബ് നടത്തി വരികയാണ്. ഈ സുവർണ ജൂബിലിയിൽ അതുകൊണ്ട് തന്നെ ക്ലബിന് അതിന്റെ ജൂബിലി പരിപാടികളിൽ പ്രബന്ധത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിന് അതിപ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 16 ദിവസം നീണ്ടു നിൽക്കുന്ന സുവർണ സമാപന പരിപാടിയിൽ നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. കലയുടേത് ആയിട്ടും സാംസ്കാരികമായിട്ടുള്ള മറ്റ് സാഹിത്യ കാര്യങ്ങളിലുമൊക്കെ അതിനായി വിദഗ്ധരായിട്ടുള്ള ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ 16 ദിവസങ്ങളിലും കല അവതരണത്തിന് മുമ്പായി അതുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് ക്ലബ് അതിന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഈ സംഗമ ഗ്രാമത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് മേളകല. കൂടൽമാണിക്യം ക്ഷേത്രം പോലെ നിരവധി ക്ഷേത്രങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ ഈ മേളം അഥവാ അനുഷ്ഠാന കലകളായുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും കൂടാതെ വർഷാവർഷം അനുഷ്ഠിച്ചു പോരുന്നു. ഈ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി ചെറുപ്പക്കാര് ഇത് പഠിക്കുന്നുമുണ്ട് എന്നതാണ്. ആ അനുഷ്ഠാന കലകളിൽ വേണ്ട പഞ്ചശുദ്ധികൾ കൃത്യമായി കൊണ്ടുവരിക വഴി കുട്ടികളെ ഭാവിയിലെ പൗരന്മാരെ നല്ല കലാകാരന്മാരും നല്ല വ്യക്തികളുമാക്കുക എന്നതുകൂടി ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. മേളകലയിൽ നിരവധി വർഷം സ്വന്തം പ്രയത്നത്തിലൂടെ അച്ചടക്കത്തോടുകൂടി പഠിച്ച് വളരെ
ശുദ്ധീകരണമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും പഞ്ചശുദ്ധിയും കൃത്യമായി അനുഷ്ഠിച്ച് അതിനുശേഷം പഠിച്ചതിന് ശേഷം ആ കലയിൽ ഗവേഷണം ചെയ്ത് പുതിയ പുതിയ മേള പദ്ധതികൾ വരെ കണ്ടുപിടിച്ചിട്ടുള്ള ശ്രീ ദിനേശൻ വാര്യരാണ് നമുക്ക് ഇന്നത്തെ ആ പ്രബന്ധാവതരണത്തിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം സംസ്കൃതത്തിൽ ഗീതാഗോവിന്ദത്തിൽ ഡോക്ടറേറ്റിൻ്റെ അവസാനത്തെ ആ പരീക്ഷ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത് തന്നെ ഡോക്ടറേറ്റ് കൂടി കിട്ടുമെന്നത് ഞാൻ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീ ദിനേശൻ വാര്യരെ ആ പ്രബന്ധാവതരണത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാരായണായ നളിനായ തലോചനായ നാമാവശേഷിത മഹാബലിവൈഭവായ നാനാചരാചര വിധായക ജന്മദേശനാഭീപുടായ പുരുഷായ നമഃ പരസ്മൈ. സംഗമ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക മേളം എന്ന വിഷയത്തിൽ കുറച്ച് സമയം കൊണ്ട് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ മേളം എന്നുള്ളത് എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. കേരളീയ വാദ്യ പാരമ്പര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാദ്യമാണ് മേളം എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രാടിയന്തരങ്ങളുടെ ഭാഗമായി താന്ത്രിക ചടങ്ങുകൾ നടക്കുമ്പോൾ അതിനുള്ള ഒരു നാദോപാസനയായിട്ട് ക്ഷേത്ര അമ്പലവാസികൾ എന്ന് തന്നെ അറിയപ്പെടുന്ന മാരാർ സമുദായത്തിലോ പുതുവാൾ സമുദായത്തിലോ പെട്ട ആൾക്കാർ ചെയ്യുന്ന നാദാർച്ചനയായിട്ടാണ് മേളത്തിൻ്റെയൊക്കെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള മേളങ്ങൾ അടിയന്തരങ്ങളുടെ ഭാഗമായി മാത്രം നടന്നത് പിന്നീട് അത് ദേവചൈതന്യത്തെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോഴൊക്കെ അത് ആർഭാടമായിട്ടും ആഘോഷമായിട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മേളത്തിൻ്റെ ഒരു വളർച്ചാ കാലഘട്ടം നമുക്ക് പറയാവുന്നത്. ഏറ്റവും ലളിതമായിട്ട് വളരെ ആസ്വാദ്യകരമാകുന്ന തരത്തിൽ പണ്ഡിതനും പാമരനും ഒരുപോലെ രസിക്കുന്ന തരത്തിലുള്ള ഒരു വാദ്യവിദ്യയായിട്ടാണ് മേളത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ഗുരുനാഥന്മാരുടെ അടുത്ത് നിന്ന് പല പല കാലഘട്ടങ്ങളിലായിട്ട് പഠിച്ചു വന്ന് ഒരു വേദിയിൽ പലരും ഒന്നിച്ചു നിന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ചില അടിസ്ഥാന നിയമങ്ങളെ മാത്രം അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് സഹൃദയർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന ഇതുപോലൊരു കല ലോകത്തിൽ തന്നെ വേറെ ഉണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ ഇത്രത്തോളം രസകരമായിട്ട് ഇങ്ങനെ പല ഭാഗത്ത് നിന്ന് വന്ന് പല ആൾക്കാരിൽ നിന്ന് പഠിച്ച് പല കാലഘട്ടത്തിൽ പഠിച്ച് ഒക്കെ വന്ന് നിന്നിട്ട് ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ആനന്ദം നൽകുന്ന ഒരു വാദ്യവിദ്യ വേറെ ലോകത്തിൽ കാണാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് പറയുകയാണ്. സങ്കീർണതകളില്ലാത്ത ഒരു വാദ്യവിദ്യയാണ് മേളം. സാധാരണയായിട്ട് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അടിസ്ഥാനമായിട്ടുള്ളൊരു താളബോധം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം മനുഷ്യൻ തന്നെ താളത്തോടു കൂടി തന്നെയാണ് ജനിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികളും ഒക്കെ തന്നെ താളനിബദ്ധമാണ്. ഹൃദയത്തിൻ്റെ ചലനമാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നതിനായിട്ട് പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ ചലനം പോലും കൃത്യമായിട്ടുള്ള ഒരു താളത്തിലാണ്. അതിൻ്റെ താളത്തിൽ വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് ഹൃദയാഘാതം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും ആൾക്കാർ മരണപ്പെടുന്നതും. അപ്പോൾ താളനിബദ്ധമാണ് മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ നടത്തവും സംസാരവും ഒക്കെ.
നമുക്ക് നോക്കി അറിയാം, ഒരാൾ നടന്നു വരുന്നതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ പറയാൻ സാധിക്കും അത് ഇന്ന വ്യക്തിയാണെന്ന്. ചിരപരിചിതമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നടത്തത്തിൻ്റെ സ്പീഡും താളവും നമുക്ക് അറിയാമെങ്കിൽ, ആളെ കണ്ടില്ലെങ്കിലും നടന്നു വരുന്ന കാലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഇന്ന ആളാണ് വരുന്നത് എന്ന് പറയാൻ സാധിക്കും. അത് ആ താളബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ സാധിക്കുന്നത്. അഥവാ നടത്തത്തിലും ഇതിലൊക്കെ ഒരു താളപ്പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയാറുണ്ട് ആൾക്ക് എന്തോ ഒരു ഓളവട്ടുണ്ട്, എന്തോ താളം പോയി കെടുക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ താളം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ്. അത് മേളകലയിൽ ഒരു കൃത്യമായിട്ട് അതിങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കുന്ന തരത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള താളങ്ങളിലാണ് മേളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ആ ആസ്വാദ്യതയ്ക്ക് എല്ലാവർക്കും പണ്ഡിതനും പാമരനും ഒരുപോലെ ആസ്വാദ്യത കൈവരുന്നതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്. കുറേ തരത്തിലുള്ള മേളങ്ങളുണ്ട്. ഇപ്പോൾ ചെമ്പടമേളം, ചെമ്പമേളം, അടന്തമേളം, അഞ്ചടന്തമേളം, ധ്രുവം, അതുപോലെ ലയം, കൽപ്പം, ഇങ്ങനെയൊക്കെ പേരുകളിൽ കുറേ മേളങ്ങളുണ്ട്. പാണ്ടി പഞ്ചാരിയൊക്കെ സർവ്വവിദിതമാണ്, സുപരിചിതമാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അറിയപ്പെടാത്ത മേളങ്ങളാണ് ഇതൊക്കെ, എല്ലാവർക്കും അറിവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം അനവധി മേളങ്ങളുണ്ട്. ഈ മേളങ്ങളൊക്കെ തന്നെ താളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ കുറേ പേരുകളൊക്കെ ഉള്ളത്. മേളത്തിന് പേരിടുന്നത് താളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചെമ്പട മേളം എന്ന് പറഞ്ഞാൽ ചെമ്പട താളത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ചെമ്പമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ താളത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അടന്തമേളം എന്ന് പറഞ്ഞാൽ അടന്ത താളത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത വ്യക്തിക്കെല്ലാം ഒരു പക്ഷെ പഞ്ചാരി പോലെ തന്നെയായിട്ട് തോന്നും. ഈ പഞ്ചാരി മേളവും ചെമ്പമേളവും തമ്മിൽ എന്താണ് വ്യത്യാസം? അടന്തമേളവും അതുപോലെ ചെമ്പടമേളവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പഞ്ചാരി മേളം പോലെ തന്നെ തോന്നും ഒരു പക്ഷേ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മേളങ്ങളൊക്കെ അടിസ്ഥാന താളമായി നമ്മൾ അംഗീകരിക്കുന്ന ചെമ്പട താളത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ കാലങ്ങളൊക്കെ നിർണയിച്ചിട്ടുള്ളത്. അപ്പം എവിടെ ഇതിൻ്റെ മാറ്റം വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് ചെമ്പടയാവുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെമ്പയാവുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവസാന കാലത്തിൽ വരുന്ന അഭേദ്യമായിട്ടുള്ള അക്ഷരകാലം, അതിൻ്റെ സംഖ്യ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ രീതി നോക്കിയിട്ടാണ് താളത്തെ നിർണ്ണയിക്കുന്നത്. അവസാന കാലത്തിൽ ഇപ്പോൾ പഞ്ചാരിയെ തന്നെ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന മേളായതുകൊണ്ട് ഞാനിത് പറയുകയാണ്. പഞ്ചാരി മേളത്തിൻ്റെ 5-ാം കാലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 6 അക്ഷരകാലമാണ്. 5 അടിയല്ലേ പിടിക്കണം, പിന്നെ എങ്ങനെ 6 അക്ഷരകാലം? 5 അക്ഷരകാലല്ലേ ഉള്ളൂ? അല്ല, 5 അക്ഷരം പിടിക്കുന്നതും ഒരക്ഷരം ഒഴിവാക്കുന്നതും അതും കൂടി ചേർത്തിട്ടാണ് അക്ഷരകാലം പറയേണ്ടത്. അങ്ങനെ 6 അക്ഷരകാലമാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു താള പദ്ധതിയാണ് പഞ്ചാരിയുടെ 5-ാം കാലത്തിലുള്ളത്. ഈ 5 അടി ഇടതൂർന്ന് പിടിക്കലും ഒരെണ്ണം വിടലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വളരെ സുഖകരമായിട്ട് ചെയ്യാവുന്നതാണ്, വളരെ സുഗമമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ അവസാന കാലത്തിൽ 6 അക്ഷരം വരുന്നത് പഞ്ചാരി താളമാണ്. പഞ്ചാരി എന്ന് പറയുന്നത് ശാസ്ത്രീയ സംഗീത പദ്ധതിയിലൊക്കെ പറയുന്ന രൂപക താളം പോലെ ഇരിക്കും. തക്ക തരി കീട്ട എന്ന് പറയുന്ന 6 അക്ഷരമാണ്. അതല്ലെങ്കിൽ അതിനെ ഈ നമ്മളുടെ ക്ഷേത്രവാദ്യങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തോം തത്തിന്തക എന്ന് പറയുന്ന 6 അക്ഷരമായിട്ട് വരും. തോം തത്തിന്തക. തോം എന്ന് പറയുമ്പോൾ അവിടെ തോം എന്ന് പറഞ്ഞിട്ട് ഒരു മാത്ര വിടുന്നുണ്ട്. തോം തത്തിന്തക. അങ്ങനെ 5 ശബ്ദം കേൾക്കാം, ഒരു മാത്ര വിടുന്നുണ്ട്. അങ്ങനെയാണ് 6 ആവുന്നത്. അപ്പോൾ ഈ അവസാന കാലത്തിൽ 6 അക്ഷരം വരുന്നത് കൊണ്ട് അതിനെ പഞ്ചാരി എന്ന് പറയുന്നു. ഇനി ഇതുപോലെ ചെമ്പയാണെങ്കിൽ അതിൽ 10 അക്ഷരം വരും. തത്തിന്തത്ത ധിത്തേ തേ, തത്തിന്തത്ത ധിത്തേ തേ. ഇങ്ങനെയാണ് അതിൻ്റെ താളം അവസാന കാലത്തിൽ നിൽക്കുന്നുണ്ടാവുക. തത്തിന്തത്ത എന്ന് പറഞ്ഞാൽ 4 അക്ഷരം, ധിത്തേ വീണ്ടും 2 അക്ഷരം, തേ
ഇപ്പോൾ ടോട്ടൽ പിടിച്ചത് 7 അക്ഷരമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ മാത്രകൾ നമ്മൾ വിടുന്നുണ്ട്. തത്തിന്ത ത ധി തെയ് തെയ്, അപ്പോൾ 10 ആയി. അപ്പോൾ ഇതുപോലെ ഓരോ മേളങ്ങളിലും അവസാന കാലത്തിൽ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ആ താളത്തെ മനസ്സിലാക്കുന്നത്. ആ താളത്തോട് കൂടിയ മേളം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പത്തെ കാലം, ഇപ്പോൾ മേളങ്ങളെ പറ്റി പറയുമ്പോൾ മേളം എത്രാം കാലം? പതികാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം, 5ാം കാലം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിൽ സാധാരണ മേളങ്ങൾക്കൊക്കെ ഒരു 4 കാലം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 1ാം കാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം, 4 കാലമായിട്ടാണ് മേളം കൊട്ടാറുള്ളത്. അപൂർവം ചില മേളങ്ങൾക്ക് 3 കാലമായിട്ട് കഴിയുന്നതുണ്ട്. പഞ്ചാരി മാത്രമാണ് 5 കാലമായിട്ട് കൂട്ടുന്നത്. ബാക്കി മേളങ്ങളൊക്കെ 4 കാലമായിട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ അടന്ത, അതുപോലെ ചെമ്പട, ചെമ്പ, അഞ്ചടന്ത ഒക്കെ 4 കാലങ്ങളായിട്ട് കൂട്ടുന്നതാണ്. ധ്രുവം, ലയം ഒക്കെയാണ് 3 കാലങ്ങളായിട്ട് കൂട്ടുന്ന മേളങ്ങൾ. പഞ്ചാരി 5 കാലമായിട്ടും കൂട്ടുന്നു. അപ്പോൾ അവസാന കാലത്തിൽ വരുന്ന അക്ഷരത്തിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന കാലം. എന്ന് പറഞ്ഞാൽ പഞ്ചാരിയുടെ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാരിയിൽ 6 അക്ഷരം എന്നുള്ളത് 4ാം കാലത്തിൽ 12 അക്ഷരം. അതിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ മുമ്പത്തെ കാലം. അതിൽ വരുന്നത് 12ൻ്റെ ഇരട്ടി വരുന്ന 24 അക്ഷരം. അതിനു മുമ്പ് വരുന്ന 2ാം കാലത്തിൽ 48 അക്ഷരം. അതിനു മുമ്പ് വരുന്ന പതികാലത്തിൽ 96 അക്ഷരം. അതാണ് പഞ്ചാരി 96 അക്ഷരം എന്ന് പറയുന്നത്. ഇങ്ങനെ അക്ഷരകാലങ്ങളെ നിർണയിച്ച് അതിനെ ഖണ്ഡങ്ങളാക്കി പിടിക്കുകയാണ് ഓരോ കാലത്തിലും ചെയ്യുന്നത്. ഈ ഖണ്ഡങ്ങളാക്കി തിരിക്കുന്നത് ചെമ്പടയുടെ അടിസ്ഥാനത്തിലാണ് ഖണ്ഡങ്ങളാക്കി തിരിക്കുന്നത് എന്നർത്ഥം. അതാണ് അടിസ്ഥാന താളമായിട്ടുള്ള ചെമ്പടയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ മേളങ്ങളും പിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ 1ാം കാലം, 2ാം കാലമൊക്കെ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ പഞ്ചാരി പോലെ തന്നെയാണല്ലോ ഇത് എന്ന് ഉള്ളൊരു സംശയം ഉള്ളിൽ വരുമെന്ന് പറയാൻ കാരണം, പിന്നീട് അത് പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഖണ്ഡങ്ങളായിട്ട് എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് ഇന്ന മേളമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കുറച്ചും കൂടി ഉപരിയായിട്ടുള്ള ചിന്തയിൽ കുറച്ചും കൂടി വിശദമാക്കാം. ഇപ്പം അതിനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു മേളത്തിൻ്റെ വിജയം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഏറ്റവും അടിസ്ഥാനമായിട്ട് എൻ്റെയൊക്കെ ഒരു അനുഭവത്തിലും അന്വേഷണത്തിലും മനസ്സിലായിട്ടുള്ളത്, മേളം സുഖമായി എന്നങ്ങോട്ട് നമുക്ക് പറയാൻ തോന്നണമെങ്കിൽ അതിൻ്റെ കാലപ്രമാണമാണ് അതിൻ്റെ പ്രധാന ഘടകം. ഓരോ കാലങ്ങളും ഏതേത് കാലത്തിൽ കൊട്ടണം, അതാണ് അതിൻ്റെ സുഖം നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ പതികാലം തന്നെ നമ്മൾ ഇപ്പോൾ ഡഗിണ്ണക്കൺ നണ്ണ ഗണ്ണ ഡഗിണ്ണക്കൺ നണ്ണ ഗണ്ണ ഡഗിണ്ണക്കൺ നണ്ണ ഗണ്ണ ഡഗിണ്ണക്കൺ നണ്ണ ഗണ്ണ ഡ നണ്ണ ഗണ്ണ നഗണ്ണക്കൺ നണ്ണ ഗണ്ണ ഈ സ്പീഡിൽ പതികാലം കൊട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖവും നമുക്ക് കേൾക്കുന്നതിലുണ്ടാവില്ല. അതുപോലെ നന്നായിട്ട് പതിഞ്ഞുകൊണ്ട് 5ാം കാലം കേട്ടാലും നമുക്കൊരു സുഖമുണ്ടാവില്ല. അപ്പോൾ ഓരോ കാലങ്ങളും ഓരോ കലാശങ്ങളും അതിൻ്റേതായിട്ടുള്ള ഓരോരോ ഘട്ടങ്ങളും ഏത് കാലപ്രമാണത്തിൽ കേൾക്കുമ്പോഴാണോ സുഖമുള്ളത് ആ കാലപ്രമാണത്തിൽ തന്നെ അത് കേൾക്കണം. അതിന് പാകത്തിന് മേളക്കാർ കൊട്ടണം. അതിൽ പ്രമാണി, ചെണ്ടയുടെ പ്രമാണിയാണ് മേളത്തിന് പ്രധാനിയായിട്ടുള്ള പ്രമാണിയായിട്ട് അംഗീകരിക്കുന്നത്. കുറുങ്കുഴലിലും കൊമ്പിലും ഇലത്താളത്തിലും വലന്തിലയിലും ഒക്കെ പ്രമാണിമാരുണ്ട്. ഓരോ നടുക്ക് നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അതാത് വിഭാഗത്തിൻ്റെ പ്രമാണിമാരായിരിക്കും. അവരെ പ്രധാന പ്രമാണിയുടെ സഹപ്രമാണിമാരായിട്ട് കരുതണം. അപ്പോൾ മേളം ഏത് എത്ര സമയം കൊണ്ട് കൊട്ടിത്തീർക്കേണ്ട മേളമാണ് എന്നുള്ളതും ഓരോ ഘട്ടങ്ങൾക്കും എത്രത്തോളം സമയം വീതം അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ പ്രധാന പ്രമാണിയുടെ ഉള്ളിൽ ആ കൃത്യമായ സമയത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച ഉള്ളിലുണ്ടെങ്കിൽ അതിന് പാകത്തിന് വേണം മേളത്തിന് കാലമിടാൻ.
ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് കൊട്ടിത്തീർക്കേണ്ട മേളത്തിനും 3 മണിക്കൂർ കൊണ്ട് കൊട്ടിത്തീർക്കേണ്ട മേളത്തിനും ഒരുപോലെ ആവരുത് പതികാലത്തിന് കാലിടുന്നത്. അതിൻ്റെ ആ സമയം എങ്ങനെ പോയാൽ, ഏത് നിലയിൽ പോയാൽ ഇത് ഇന്ന സമയം കൊണ്ട് താഴത്തേക്ക് വലിയാതെ ക്രമത്തിൽ മുറുകി 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 പോയി അതിൻ്റെ സുഖത്തിൻ്റെ ആ പാരമ്യതയിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഉൾക്കാഴ്ച പ്രധാനിയായിട്ടുള്ള മേളപ്രമാണിക്ക് ഉണ്ടാകണം. അങ്ങനെ ആ മേളപ്രമാണി ഉൾക്കാഴ്ചയോടുകൂടി കാലത്തെ നിർണയിച്ച് കാലമിട്ട് ഒപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകുക. അങ്ങനെ പോകുമ്പോൾ ഓരോരോ ഘട്ടങ്ങളിലും കലാശം എടുക്കുന്നതിന് മുമ്പും അതുപോലെ കാലങ്ങൾ മാറുന്നതിന് മുമ്പും നമ്മുടെ കൂടെയുള്ള സഹപ്രമാണിമാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കലുണ്ട് മേളപ്രമാണി. ചുരുങ്ങിയത് 8 അക്ഷരകാലം മുമ്പെങ്കിലും ഈ നിർദ്ദേശം കൊടുക്കണം എന്നാണ്. അതിന് കൃത്യമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ആ മേളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചുരുങ്ങിയത് 8 അക്ഷരത്തിന് മുമ്പെങ്കിലും ഈ നിർദ്ദേശം കൊടുത്തിരിക്കും. അദ്ദേഹം കൂടെ നിൽക്കുന്ന പ്രമാണിമാർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതാത് വിഭാഗത്തിൻ്റെ പ്രമാണിമാർ കൂടെ കൊട്ടുകയോ വായിക്കുകയോ ചെയ്യുന്ന ബാക്കിയുള്ളവർക്കും അദ്ദേഹം നിർദ്ദേശം കൊടുക്കും. ഏതാണ്ട് ആ കലാശം എടുക്കാറാവുമ്പോഴേക്കും അല്ലെങ്കിൽ കാലം മാറാറാവുമ്പോഴേക്കും എല്ലാവർക്കും നിർദ്ദേശം കൃത്യമായി കിട്ടിയിരിക്കും. എല്ലാവരും കാലം മാറുന്നതോ കലാശം എടുക്കുന്നതോ ആയിട്ടുള്ള സമയത്ത് എല്ലാവരും ഒരുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രമാണി അതുപോലെ തന്നെ ഒരു സർവസമ്മതനായിട്ടുള്ള ആളായിരിക്കണം. അപ്പോഴൊക്കെയാണ് മേളത്തിൻ്റെ വിജയം ഉണ്ടാവുള്ളൂ. പരസ്പരമുള്ള ഒരു സ്പർദ്ധയോ അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് മേളത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളം നന്നാവില്ല. പ്രമാണിയെ അനുസരിക്കാൻ അത് ചിലപ്പോൾ ഈ കൂടെ കൂട്ടുന്ന ആൾക്കാരുടെ മാനസിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടാവില്ല ഒരു പക്ഷെ കാലം മാറുക. പക്ഷേ പ്രമാണി നിർദ്ദേശിക്കുന്നതനുസരിച്ച് കാലം മാറി അതിനനുസരിച്ച് അയാളെ അനുസരിക്കാൻ തയ്യാറായാലും പരിപൂർണമായിട്ടുള്ള ആത്മാർത്ഥതയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മേളം വിജയിക്കുള്ളൂ. അതല്ലാത്ത മേളങ്ങളാണെങ്കിൽ മേളം കൊളാവാൻ ഒരാൾ വിചാരിച്ചാലും സാധിക്കുന്നർത്ഥം. അപ്പം അതുകൊണ്ട് മേളം വിജയിക്കുന്നത് എപ്പോഴും ഒരു സംഘകലയായിട്ടാണ്. നമ്മളുടെയൊക്കെ അനുഭവം കൊണ്ട് എന്താ വെച്ചാൽ അങ്ങനെ കോളമാവുന്ന മേളങ്ങളൊന്നും അധികം കാണാറില്ല. ഒരു സഹകരണ മനോഭാവം മേളത്തിൽ ഉള്ളത് കൊണ്ട് ഇന്നും മേളകല ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതൊന്നും ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ആരും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ അനുഭവം കൊണ്ട് നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് മാറ്റം വന്നാൽ മേളം നന്നാവാറുമില്ല. പിന്നെ മേളങ്ങളുടെ പേരുകളിൽ ഞാൻ പറഞ്ഞത് താളത്തിൻ്റെ പേരുകളോട് കൂടിയാണ് മേളങ്ങൾ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അത് കൂടാണ്ടും ചിലപ്പോൾ കടവയാതി സമ്പ്രദായം അനുസരിച്ച് പേര് നൽകുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിൽ പലയിടത്തും കാണാം. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിൽ 72 മേളകർത്ത രാഗങ്ങൾ അടിസ്ഥാനമായി പറയുന്നുണ്ട്. അവയ്ക്കൊക്കെ പേര് നൽകിയിട്ടുള്ളത് ഈ കടവയാതി സമ്പ്രദായം അനുസരിച്ചിട്ടാണ്. അതുപോലെ പേര് നൽകിയിട്ടുള്ള മേളങ്ങളും കാണാം. ഉദാഹരണത്തിന് ലയം എന്ന് പറയുന്നൊരു മേളമുണ്ട്. ധ്രുവം മേളത്തിൽ നിന്ന് ഒരക്ഷരം കുറവുള്ള മേളമാണ് ലയം എന്ന് പറയുന്നത്. ലയം എന്ന് പറയുന്നത് 13 അക്ഷരം അവസാന കാലത്തിൽ വരുന്ന മേളമാണ്. ധ്രുവത്തിന് 14 ലയത്തിന് 13. അതിൽ ലയം എന്ന് പറയുന്ന സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ 13. അങ്ങനെയാണ് അതിനാ പേര് ലയം എന്ന് നിർണയിച്ചിട്ടുള്ളത്. അതുപോലെ കൽപ്പം എന്ന് പറയുന്നൊരു മേളവുമുണ്ട്. അതിന് 11 അക്ഷരമാണ് ഉള്ളത്. കൽപ്പത്തിൻ്റെയും സംഖ്യ 11. അതിന് ഏകാദശം മേളം എന്ന് ഒരു സംസ്കൃത നാമത്തോടു കൂടിയും അറിയപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ അത് കൽപ്പം മേളമായിട്ട് അറിയപ്പെടും. കൽപ്പം എന്നുള്ള പേര് കടവയാതി സമ്പ്രദായം അനുസരിച്ച് നൽകിയിട്ടുള്ളതാണ്. പിന്നെ ഒരേ അക്ഷരകാലത്തിൽ തന്നെ വരുന്ന താളങ്ങൾ. ഇപ്പോൾ ചെമ്പട എന്ന് പറയുന്ന മേളം അവസാന കാലത്തിൽ 8 അക്ഷരമാണ് വരുന്നത്. അതുപോലെ അഞ്ചടന്ന മേളം അതിനും അവസാന കാലത്തിൽ 8 അക്ഷരം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം? അപ്പം എന്താണ് ചെമ്പടയും അഞ്ചടന്തയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്ഷരകാലങ്ങളുടെ എണ്ണത്തിനല്ല താളത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത് പിടിക്കുന്ന രീതിക്കാണ് താളത്തിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. ഇപ്പോൾ
ചെമ്പടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പട എന്ന് പറയുന്നത് ആദിതാളത്തെയാണ്. അത് തക്ക ഭി മി തക്ക ജണു എന്ന് പറയുന്ന ഈ 8 അക്ഷരത്തെ നമ്മൾ ഒരടി 3 വിരല്, ഒരടി ഒരു വീശ്, ഒരടി ഒരു വീശ്, ഈ രീതിയിലാണ് ആദിതാളത്തെ നമ്മൾ പിടിക്കുന്നത്. അഞ്ചടന്ത എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ മാറുമ്പോൾ 3 3 2 ആ രീതിയിൽ വിഭജിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചടന്ത എന്ന് പറയുന്ന താളമായി. തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക എന്ന് പറയുന്നതും 8 അക്ഷരം തന്നെയാണ്. തക്ക ദിമ്മി തക്ക 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 ദിമ്മി തക്ക തക്ക എന്ന് പറയുന്നതും 8 അക്ഷരം തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും അനുഭവം 2 തരത്തിലാണ്. അങ്ങനെയാണ് അഞ്ചടന്ത മേളവും ചെമ്പട മേളവും ഭേദപ്പെട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഓരോ ഖണ്ഡങ്ങളും ഓരോ കാലത്തിലും, ഇപ്പോൾ അവസാന കാലത്തിൽ ഇങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞു, ഇതിനനുഗുണമായി തന്നെയാണ് 3-ാം കാലത്തിലും 2-ാം കാലത്തിലും 1-ാം കാലത്തിലും ഇതിൻ്റെ ഖണ്ഡങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അടന്തയും ധ്രുവവും, അടന്ത ധ്രുവവും ഈ പറഞ്ഞ പോലെ 14 അക്ഷരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ധ്രുവൻ താളം എന്ന് പറയണതും 6ഉം 8ഉമായിട്ട് വിഭജിക്കുന്നു. അടന്തയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 5 2 2 ഈ രീതിയിൽ വിഭജിക്കുന്നു. അങ്ങനെ വിഭജിക്കുമ്പോഴാണ് അത് 1 അടന്തയായിട്ടും 1 ധ്രുവമായിട്ടും മാറുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 14 അക്ഷരം എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. പിന്നെ ഈ മേളത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ വേറെ അറിയാനുള്ളത് എന്താ വെച്ചാൽ, ഓരോ മേളത്തിൻ്റെയും ഓരോ കാലങ്ങളിലും ഒരു 3 ഘട്ടങ്ങളായിട്ട്, ഉപഘട്ടങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം പതികാലത്തിൽ ആദ്യം കൊട്ടുന്ന ഭാഗങ്ങൾ നേർക്കോൽ ഭാഗങ്ങളാണ്. ആദ്യത്തെ നില എന്ന് പറയുന്നത് ഢ ണ ഗം ണ ണ ഗ ന ണ ഗം ണ കം ണ ണ ഗ ന ഈ രീതിയിലാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ, ആദ്യത്തെ കാലത്തിൽ, ആദ്യത്തെ ഉപഘട്ടത്തിൽ നേർക്കോൽ ഘട്ടം എന്ന് പറയുന്നിടത്ത് നമ്മൾ കൊട്ടുന്ന നില. പിന്നെ അത് അതിൽ തന്നെ 2 3 കലാശങ്ങൾ കഴിഞ്ഞതിന് ശേഷം തക്കിട്ട ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴമറിഞ്ഞ ഘട്ടം എന്ന് പറയുന്ന 3-ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് പതികാലം നിൽക്കുന്നത്. തുടർന്നുള്ള 2 3 4 5 കാലങ്ങളിൽ ഈ നേർക്കോൽ എന്ന് പറയുന്ന ഘട്ടം അവിടെ ഇല്ല. തക്കിട്ട ഘട്ടവും കുഴമറിഞ്ഞ ഘട്ടവും ഇങ്ങനെ 2 ഭാഗങ്ങളെ അവിടെ കൊട്ടുന്നുള്ളൂ. പക്ഷെ കലാശത്തിൽ തുടക്കത്തിൽ ഉരുളുകോല് കലാശം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അത് 2-ാം കാലത്തിലാണെങ്കിൽ 2 ഉരുളുകോല് കലാശം, 3-ാം കാലത്തിലാണെങ്കിൽ 3 ഉരുളുകോല് കലാശം, 4-ാം കാലത്തിലാണെങ്കിൽ 4 ഉരുളുകോല് കലാശം, 5-ാം കാലത്തിൽ 5 ഉരുളുകോല് കലാശം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സാമാന്യ നിയമം. അപ്പം ഈ ഉരുളുകോല് കലാശം എന്ന് പറയുന്നത് ഒരു ഉപഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സാധാരണ കലാശങ്ങൾ തക്കിട്ട ഘട്ടത്തിൽ തന്നെ കൊട്ടുന്നത്, പിന്നെ കുഴമറിഞ്ഞ ഘട്ടവും. ഇങ്ങനെയാണ് 2 3 4 5 കാലങ്ങളിലുള്ള ഘട്ട വിഭജനവും ചെയ്തു വച്ചിട്ടുള്ളത്. മേളം കഴിയുമ്പോൾ ഏറ്റവും അവസാനം കലാശത്തിൽ, സാധാരണ കലാശങ്ങൾക്കൊക്കെ അവസാനത്തിൽ തകൃത എന്ന് പറയുന്ന ഒരു തകൃത വെച്ചിട്ടാണ് കലാശങ്ങൾ കഴിയാറുള്ളത്. പക്ഷേ തീരുകലാശമാണ്. മേളം കഴിഞ്ഞു എന്ന് അവസാനിപ്പിക്കുമ്പോൾ ഒരു തീരുകലാശം കൊട്ടലുണ്ട്. വളരെ സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ആ തീരുകലാശം. എല്ലാവരെയും വല്ലാതെ ആനന്ദിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആ തീരുകലാശമാണ് തുടർന്ന് കൊട്ടാനുള്ളത് എങ്കിൽ ഈ തകൃതയല്ല അവിടെ കൊട്ടുക. അതിന് പകരം അവിടെ ഒരു അടിച്ച് കലാശം കൊട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് നേരിട്ട് തീരുകലാശത്തിലേക്ക് കടക്കും. ഇനിയിപ്പോൾ 5-ാം കാലം കഴിഞ്ഞിട്ട് തീരുകലാശം കൊട്ടുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ ഒരു മുറിയടന്ത ഭാഗം എന്നോ അല്ലെങ്കിൽ 5-ാം കാലത്തിൻ്റെ ഈ പഞ്ചാരിയുടെ തന്നെ ഒരു 6-ാം കാലം എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന 3 അക്ഷരത്തിലുള്ളൊരു ഭാഗമുണ്ട്. അതാണ് കൊട്ടുന്നത് എങ്കിൽ ഈ തകൃത വെച്ച് ഈ കലാശം 5-ാം കാലം അവസാനിപ്പിക്കും. തീരുകലാശത്തിന് മുമ്പ് മാത്രമായിട്ടാണ് ഈ അടിച്ച് കലാശം എടുക്കാറുള്ളത്. പതികാലത്തിലെ കലാശങ്ങൾക്കൊക്കെ 2 ചെമ്പട നീളത്തിലുള്ള കലാശങ്ങളാണ്
16 അക്ഷരകാലം വരുന്ന കലാശങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ കാലം മാറുമ്പോഴും ചെയ്യുന്ന ഭാഗം, അതിനെ വക്രം എന്നാണ് മേളക്കാർക്കിടയിലുള്ളൊരു ഭാഷ. പതികാലത്തിലെ കലാശങ്ങളും വക്രവും 16 അക്ഷരകാലത്തിലുള്ള കലാശങ്ങളാണ്. ബാക്കി എല്ലാ കലാശങ്ങളും 8 അക്ഷരത്തിലുള്ള കലാശങ്ങളാണ്. പക്ഷേ അടന്ത മേളത്തിലാണെങ്കിൽ അവസാന കാലത്തിലെത്തുമ്പോൾ 8 അല്ല, അത് 7 അക്ഷരത്തിലുള്ള കലാശമായിട്ട് മാറും. കാരണം അത് അവസാന കാലത്തിൽ 7 അക്ഷരത്തിലാണ് ആ മേളം നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിലാണ് 7 അക്ഷരത്തിലുള്ള കലാശം അവിടെ കൊട്ടുന്നത്. മേളത്തിൽ ചെണ്ടയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ അതിൽ കൊമ്പ്, കുഴൽ, താളം ഈ പറഞ്ഞ വാദ്യോപകരണങ്ങളിലും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ചെണ്ട ഇടന്തലയിൽ മേളം കൊട്ടുമ്പോൾ വലന്തലക്കാരാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു താളത്തെ നിർണയിച്ച് കൊടുക്കുന്നത്. വലന്തലക്കാർ പിടിക്കുന്നത് നോക്കിയിട്ടാണ് നമുക്ക് ഇത് ഏത് മേളമാണ്, ഇത് താളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അതിന് ഇലത്താളക്കാർ ചില സമയങ്ങളിൽ ആ അടികളോടൊപ്പവും ചില സമയത്ത് അതിനെ ഇടതൂർത്തും പിടിക്കലാണ് ഇലത്താളക്കാർക്കുള്ള ജോലി. അത് മേളത്തിൻ്റെ സ്വാദിനനുസരിച്ച് ഓരോരോ ഭാഗങ്ങളിൽ ഇരട്ടിയായിട്ട് പിടിക്കേണ്ടതുണ്ട്, ചിലപ്പോൾ ഒറ്റയായിട്ട് പിടിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കുറേ മേളങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കൊമ്പുകാർക്കുള്ള പ്രയോഗ സാധ്യത എന്ന് പറയുന്നത് കലാശത്തോടു കൂടിയാണ്. കലാശത്തോടു കൂടി കലാശം ചെണ്ടക്കാരെടുക്കുന്ന സമയത്ത് അവർ ത്രിസ്ഥാനം ഊതുകയും അതിനുശേഷം കലാശം കഴിയുന്നതോടുകൂടി ആദ്യത്തെ താളവട്ടത്തിലാണ് അവർ ഒരു താളവട്ടത്തോളം, അത് പതികാലത്തിൽ ഒരു താളവട്ടം, രണ്ടാം കാലത്തിൽ ഒരു താളവട്ടം, തുടർന്ന് വരുന്ന കാലങ്ങളിൽ അക്ഷരകാലം കുറവായതുകൊണ്ട് ചിലപ്പോൾ 2 താളവട്ടം, ചിലപ്പോൾ 3 താളവട്ടം ഒക്കെ കൊമ്പുകാർ ഊതാനുള്ള സ്പേസാണ്. അവരുടെ കൊമ്പ് ഊതുന്നതിൻ്റെ ഒരു സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തി ഊതിക്കൊടുക്കുന്നത് മറ്റുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഏറ്റുഊതലാണ് ചെയ്യുക. അത് ഒന്നിലോ ഒരു ചെമ്പട നീളത്തിലുള്ളതായിരിക്കാം, ചിലപ്പോൾ 2 ചെമ്പട നീളത്തിലുള്ളതായിരിക്കാം, ചിലപ്പോൾ അരച്ചെമ്പട നീളത്തിലുള്ളതായിരിക്കാം. അങ്ങനെ ആ പ്രമാണി ഊതിക്കൊടുക്കുന്നത്, അതിന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ അനുസരിച്ച് പ്രമാണി ഊതിക്കൊടുക്കുന്നത് മറ്റുള്ള ആൾക്കാർ അതേപോലെ തന്നെ ഏറ്റുഊതുന്നു. അവസാനം താളവട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോൾ 8 അക്ഷരത്തിലുള്ള ഒരു കലാശം എല്ലാവരും ചേർന്ന് ഊതി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാലാണ് പിന്നെ കുഴലുകാർക്കുള്ള സാധ്യത. കൊമ്പുകാരുടെ ഊത്ത് നിർത്തുന്നതോടുകൂടി ആണ് കുഴലുകാർ ഊതുന്നത്. കൊമ്പുകാർ എത്ര താളവട്ടം ഊതിയോ അത്രയും തന്നെയാണ് കുഴലുകാരും ഊതാനുള്ളൊരു സ്പേസ് ഉള്ളത്. കുഴലുകാർ അത്രയും തന്നെ ഊതി അവർ ഒരു പ്രാവശ്യം ഒന്ന് കുമ്പിടും. അത് ഇനി കലാശം എടുക്കാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയ്ക്കാണ്. അങ്ങനെ കുമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താളവട്ടം കഴിയുന്നതോടുകൂടി പിന്നെ അവർ ഗമകം ഊതുക എന്നാണ് പറയാറുള്ളത്. ഗമ 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗമക ഊതലുണ്ട്. ഈ ഗമകം ഊതുന്നതിൻ്റെ അവസാനത്തിലാണ് കലാശം എടുക്കാനുള്ളത്. ഈ സന്ദർഭത്തിൽ ആദ്യത്തെ കുഴലുകാർ കുമ്പിടുന്ന ഭാഗത്താണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രവർത്തകർക്കൊക്കെ സിഗ്നൽ കൊടുക്കുന്നത്. കലാശം ആണോ അല്ലെങ്കിൽ കാലമാണോ മാറേണ്ടത്, കലാശമാണോ മാറേണ്ടത്, കലാശം എടുക്കാറായി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സിഗ്നൽസ് കൊടുക്കുന്നത് ഈ ആദ്യത്തെ ഭാഗത്ത് കുഴലുകാർ കുമ്പിടുന്നതോട് കൂടിയാണ്. അവിടെ അത് കൊടുത്ത് സിഗ്നൽ മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ മേളങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ധർമ്മത്തെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാരിക ഭൂമിയിലേക്ക് വരുമ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് കൂടൽമാണിക്യം ക്ഷേത്രമാണ് ഇതിൻ്റെ ഒരു സങ്കേതമായിട്ടുള്ളത്. ഇവിടെ എല്ലാം ബഹുകേമമായി മാത്രമേ നടക്കാറുള്ളൂ. ക്ഷേത്രത്തിലെ അടിയന്തര വൃത്തികൾ മുതൽക്ക് ആഘോഷമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കേമമായി തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ 16 പഞ്ചാരിയും 2 പാണ്ടിയുമാണ് ഇവിടെ ഒരു ഉത്സവത്തിന് നടക്കുന്നത്. ഈ 16 പഞ്ചാരിയും പരിപൂർണമായി തന്നെ കൊട്ടുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. പഞ്ചാരി മേളങ്ങൾ പലയിടത്തും നടക്കും. ചിലപ്പോൾ 2-ാം കാലം തൊട്ട് തുടങ്ങും, ചിലപ്പോൾ 3-ാം കാലം തൊട്ട് തുടങ്ങും, ചിലപ്പോൾ 4-ാം കാലം തൊട്ട് തുടങ്ങും. പതികാലം തൊട്ട് തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ കഴിയുന്ന മേളങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇവിടുത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് രാവിലെ
ചുരുങ്ങിയത് എങ്ങനെ പോയാലും 3 മണിക്കൂറോളം മേളം ഉണ്ടാവും. രാത്രി അതുപോലെ തന്നെ 2 മണിക്കൂറിൽ കുറയാത്തതായിട്ടുള്ള മേളവും കാണാറുണ്ട്. അപ്പോൾ ഈ മേളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് പഞ്ചാരി മേളമാണ്. എന്തുകൊണ്ട് ഈ പഞ്ചാരിയുടെ കേമത്വം ഇവിടെ വന്നു എന്നുള്ളതാണ്. പഞ്ചാരി എന്ന് പറയുന്നത് മേളങ്ങളിൽ രാജാവാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടെത്തൽ. പഞ്ചാരി മേളം എന്തുകൊണ്ട് രാജാവായി മറ്റ് മേളങ്ങളെ അപേക്ഷിച്ച്? ഒരു രാജാവ് എന്ന് പറയുമ്പോൾ രാജാവിൻ്റേതായിട്ടുള്ള ഗുണങ്ങളിൽ പല പല ഗുണങ്ങൾ ഒരു രാജാവിന് ഉണ്ടായിരിക്കണം. കാളിദാസനൊക്കെ പറയുന്ന ഒരു 16 ഗുണങ്ങൾ രഘുവംശത്തിൻ്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ 16 ഗുണങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും ഒരു 2 ഗുണത്തെ ഞാൻ ഇവിടെ എടുത്ത് പറയണം. പ്രധാനമായിട്ട് ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള 2 ഗുണങ്ങൾ. അദൃശ്യശ്ച അഭിഗമ്യശ്ച യാദോരത്നൈരി വാർണവ എന്ന് ദിലീപ രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ഈ 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ട് പഞ്ചാരിക്കുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. എന്താണ് ഈ അദൃശ്യതയും എന്താണ് ഈ അഭിഗമ്യതയും? മേളങ്ങളിൽ ഞാൻ പറഞ്ഞ മേളങ്ങളിലൊക്കെ വെച്ചിട്ട് 5 കാലങ്ങളായിട്ട് കൊട്ടുന്ന ഒരേ ഒരു മേളം പഞ്ചാരിയാണ്. അക്ഷരകാലങ്ങളിൽ 96 അക്ഷരം എന്ന് പറയുന്ന വലിയ മേളം പഞ്ചാരിയാണ്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കൊട്ടാവുന്ന മേളം 4.5 മണിക്കൂർ 5 മണിക്കൂർ വരെയൊക്കെയുള്ള മേളങ്ങൾ പഞ്ചാരി കൊണ്ട് കൊട്ടാറുണ്ട്. ഇപ്പോൾ എടക്കുന്നി ഉത്രമുളക്കും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത്, അതുപോലെ കുട്ടല്ലൂർ മേളം, ഇതൊക്കെ പഞ്ചാരിയാണ്. ഈ പഞ്ചാരി മേളം ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കൊട്ടാവുന്ന ഒരു മേളമാണ് പഞ്ചാരി. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിലും കൊട്ടാം. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ മേളങ്ങൾക്ക് 3-ാം കാലം 4-ാം കാലം 5-ാം കാലം കൂടിയിട്ട് 10 മിനിറ്റ് കൊണ്ട് കണക്കൊപ്പിച്ച് കൊട്ടാറുണ്ട്. ഇത് കഴിഞ്ഞ് തീരുതലാശവും കൊട്ടും. ഞാൻ കൊട്ടിച്ചിട്ടുണ്ട്, കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചാരിയുടെ കേമത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിലും നമുക്ക് കൊട്ടാൻ പറ്റും, ഏറ്റവും ബൃഹത്തായിട്ടുള്ള രീതിയിലും കൊട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു അദൃശ്യതയുണ്ട്. വേറെ ഒരാൾക്കും വേറൊരു മേളത്തിനും ഇത്തരത്തിലുള്ള ഒരു കേമത്വത്തെ നിഷേധിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അഥവാ ഇതിനേക്കാൾ കേമമായിട്ട് ചെയ്യാൻ മറ്റൊരു മേളത്തിനും സാധിച്ചിട്ടില്ല. അത് എവിടെയും ചെയ്യാൻ ശ്രമിച്ചാലും വിജയിച്ചിട്ടില്ല. പിന്നെ അഭിഗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നതും ആദ്യമായി പഠിക്കുന്ന മേളവും പഞ്ചാരിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം കൂടുതൽ ആൾക്കാർക്ക് ആസ്വാദ്യകരമായി തോന്നുന്നത് പഞ്ചാരി മേളമാണ്. മേളം പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്നത് പഞ്ചാരിയാണ്. അത് 3, 4, 5 കാലങ്ങൾ ആദ്യം പഠിപ്പിക്കും. അതിനുശേഷം പിന്നെ 2-ാം കാലം പഠിപ്പിക്കും. പിന്നെ പതികാലം പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതില്ല, കുട്ടി ശരിയാവാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അഭിഗമ്യത, ഇതിനെ അനുകരിച്ചാണ് മറ്റ് മേളങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ കാലത്തും മേളങ്ങൾ പുതിയതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ വ്യക്തികളും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പേരുകൾ കൂടാതെ തന്നെ ഇനിയും മേളങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു ത്രിപിടപ്പാണ്ടി ഉണ്ടായി. അതുപോലെ ജയം എന്ന് പറയുന്ന ഒരു മേളമുണ്ട്, മിശ്രമേളമുണ്ട്. ഇതൊക്കെ ഞാൻ പേര് പറയാത്ത മേളങ്ങളായിരുന്നു. അപ്പോൾ മേളങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ കലാകാരന്മാരും അവരവരുടെ ബുദ്ധിവൈഭവത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നോക്കുമ്പോൾ എന്താണ്, എല്ലാത്തിനും ഒരു മാർഗദർശകമായിട്ട് നിൽക്കുന്നത് ഈ പഞ്ചാരിയാണ്. യഥാ രാജ തഥാ പ്രജ എന്നാണ് പറയാവുന്നത്. അപ്പോൾ ഈ രാജാവിനെ അനുസരിക്കുന്ന തരത്തിൽ ആ ഒരു നായകത്വം പഞ്ചാരി മേളത്തിനാണുള്ളത്. അതുകൊണ്ടാണ് പഞ്ചാരി രാജാവാകുന്നത്. ഈ രാജാവ് എന്ന രീതിയിലുള്ള മേളമാണ് ഇരിഞ്ഞാലക്കുട അമ്പലത്തിൽ 16 പഞ്ചാരിയായിട്ട് 10 ദിവസത്തെ ഉത്സവത്തിൻ്റെ ഇടയിൽ അവിടെ നടക്കുന്നത്. പിന്നെയുള്ളത് പാണ്ടിമേളമാണ്. പാണ്ടിമേളവും ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് അതിന് വിധിയുള്ളത്. പൊതുവിൽ കൂടൽമാണിക്യത്തിൽ 2 പാണ്ടിമേളവും പുറത്ത് തന്നെയാണ് നടക്കുന്നത്. പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും പഞ്ചവാദ്യത്തിന് ശേഷം നടക്കുന്ന 2 മേളങ്ങളാണ് പാണ്ടിമേളം. അതും
ചുരുക്കി കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളെല്ലാം കൊട്ടും. പാണ്ടിയുടെ സമയദൈർഘ്യം മാത്രമേ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ കുറയ്ക്കാറുള്ളൂ. പക്ഷെ പാണ്ടി പൂർണ്ണമായിട്ടും കൊട്ടാറുണ്ട്. അപ്പോൾ കൂടൽമാണിക്യ അമ്പലത്തിലെ ഉത്സവത്തിന് മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കേമമായി തന്നെയാണ് നടക്കുന്നത് എന്നർത്ഥം. പാണ്ടിമേളത്തിന് ഇതുപോലത്തെ കാലവിഭജനത്തോടു കൂടിയല്ല പറയാറുള്ളത്. അതിന് ഓരോരോ ഘട്ടങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. എല്ലാ കാലത്തിലും ഒരു 14 അക്ഷരത്തിലാണ്, 14 അക്ഷരകാലം എന്നുള്ള രീതിയിലാണ് എല്ലാ കാലത്തിലും അതിൻ്റെ മേള നിൽക്കുന്നത്. പക്ഷെ വലന്തല പിടിക്കുന്ന സമ്പ്രദായം മാറ്റി 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 പ്രത്യേക അനുഭൂതി, പ്രത്യേക തരത്തിലുള്ള ഭേദങ്ങൾ അതിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് പാണ്ടിമേളത്തിൻ്റെ ഒരു രീതി. കൊട്ടിലും ചെറിയ മാറ്റങ്ങൾ വരുത്തും. വലന്തല മാറ്റുന്നതിനനുസരിച്ച് കൊട്ടിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ മറ്റു മേളങ്ങൾ പറഞ്ഞ പോലെ 2ാം കാലത്തിൽ കൊട്ടി അതേ തക്കിട്ട തന്നെയാണ് 3ാം കാലത്തിലും കൊട്ടുന്നത് എന്നുള്ള രീതിയിലല്ല പാണ്ടിമേളത്തിൽ വരുന്നത്. പാണ്ടിമേളത്തിൽ ഓരോ ഘട്ടത്തിലും പ്രത്യേകമായിട്ടുള്ള കൊട്ടുകളും വലന്തല പിടിക്കുന്ന രീതിയും മാറുന്നുണ്ട്. പക്ഷേ എല്ലാ ഘട്ടത്തിലും അക്ഷരകാലം 14 എന്ന് തന്നെയാണ് നിർണ്ണയിക്കപ്പെട്ടു പോയിട്ടുള്ളത്. അവസാനം എത്തുമ്പോൾ ത്രിപുട എന്ന് പറയുമ്പോൾ മാത്രം അതിൻ്റെ പകുതി 7 മാറുന്നുണ്ട് എന്ന് മാത്രം. പാണ്ടിമേളത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഈ മേളകല ഇത്രയേറെ വളർന്ന് പന്തലിച്ച് നമുക്കൊക്കെ ആസ്വാദ്യകരമായി വന്നു എന്ന് ഉണ്ടെങ്കിലും ഇതിനൊക്കെ നമ്മൾ നമസ്കരിക്കേണ്ടത് നമ്മുടെ പൂർവികരെ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിൻ്റെ മേളം ഇന്നിപ്പോൾ നമുക്ക് വളരെ ആസ്വാദ്യകരമായിട്ട് കാണുന്നു. അതുപോലെ മേളക്കാരെ കാണുമ്പോഴും നമുക്ക് ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ തോന്നുന്നു. അവരോട് അടുപ്പം കാണിക്കാൻ തോന്നുന്നു, സൗഹൃദം പങ്കിടാൻ തോന്നുന്നു. അതൊക്കെ ശരി തന്നെ. ഇതിനൊക്കെ വഴിവെച്ചിട്ടുള്ളത് കുറേ പൂർവികരെ ഇതിനു വേണ്ടി കുറേ ത്യാഗം ചെയ്തൊരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു വിഷയം കിട്ടിയപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്താണ്. ഗുരുനാഥൻ ഇന്നും ഉണ്ട്. 94 വയസ്സായിട്ടുള്ള വ്യക്തിയാണ്. മഠത്തിൽ നാരായണകുട്ടിമാരാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 40 വർഷക്കാലം ഞാൻ ഇവിടെ മേളക്കാരനായിട്ടും 12 വർഷക്കാലം ഉള്ളിൽ അടിയന്തരക്കാരനായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പെരുവനം നാരായണന്മാരാരുടെ പ്രമാണമുള്ള കാലം മുതൽക്കുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്നിട്ട് ആശാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് കൊട്ടാൻ വന്ന കാലഘട്ടത്തിൽ എനിക്ക് 5 രൂപയാണ് ഉത്സവം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള പ്രതിഫലം. അന്നത്തെ പ്രമാണിക്ക് കിട്ടുന്ന പൈസ 10 രൂപയാണ്. എന്നിട്ട് ഈ 5 രൂപയിൽ തന്നെ ഒരു കൊല്ലത്തിൽ മഴ വന്നിട്ട് അന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഇതനുസരിച്ച് 21 ആനകളെ വെച്ചുകൊണ്ട് നടക്കുന്ന മഹത്തായിട്ടുള്ള ഉത്സവമായിരുന്നു. ഇപ്പം 21 ആനകളില്ല, ഇപ്പം 17ആണ്. ഇപ്പം ചിലപ്പോൾ അതിന് കുറയാറുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനി അതിനേക്കാൾ കുറയും എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ 21 ആനകളും ഈ പറഞ്ഞ പോലെ സ്വർണവും വെള്ളിയും മാത്രം തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് എഴുന്നള്ളിച്ച് നിന്ന് കേമായിട്ട് നടക്കുന്ന ഉത്സവമാണ്. അന്ന് രാത്രി വിളക്കിന് മേളം തുടങ്ങുന്നത് കൂത്തമ്പലത്തിൻ്റെ അടുത്ത് നിന്നായിരുന്നു അത്രേ. രാത്രി വിളക്കിൻ്റെ മേളം ആരംഭിച്ചിരുന്ന കൂത്തമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു എന്ന്. പിന്നീടാണത് പന്തലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അന്നിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപ്പരയിൽ നിന്ന് കൊട്ടി മേളം കുറച്ച് നേരം നിന്ന് കൊട്ടണം എന്ന് പറയുന്നൊരു അവസ്ഥയൊന്നുമില്ല. ദേവചൈതന്യത്തെ എത്രയും വേഗം പ്രദക്ഷിണങ്ങൾ പൂർത്തീകരിച്ച് ഉള്ളിലേക്ക് അകത്തേക്ക് എഴുന്നള്ളിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ നിഷ്ഠ. എന്നിട്ട് ആദ്യത്തെ കൊല്ലമല്ല, 2ാമത്തെ 3ാമത്തെ കൊല്ലത്തിലൊക്കെ ഇതുപോലെ 2 ദിവസം മേളം ഉണ്ടായില്ല. എന്നിട്ട് 1 രൂപയ്ക്ക് 2 അണ വീതം കുറച്ചു. 5 രൂപ കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ. എന്നിട്ട് 4-4.25 ഉറുപ്പ്യയാണ് 10 അണ കുറച്ചിട്ട് ബാക്കിയുള്ള പൈസയാണ് ആശാൻ അന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയണ്ടായി. പിന്നെ കൂടൽമാണിക്യത്തിലെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു തന്നത്, വടക്കേ നടയിൽ പ്രധാനമായിട്ട് നടക്കുന്നതാണ് ഒരു ചെമ്പട വകകൊട്ട് എന്ന് പറയുന്നത് സമ്പ്രദായം.
പഞ്ചാരി കഴിഞ്ഞിട്ട് ചെമ്പട വക അത് വിസ്തരിച്ച് കൊട്ടലുണ്ട്. അത് എന്തിനാണ് അവിടെ വടക്കേ നടയിൽ ഇങ്ങനെ ചെമ്പട കൊട്ടുന്ന സമ്പ്രദായം ഉണ്ടായി ചേർന്നതെന്ന് വെച്ചാൽ, തീർത്ഥക്കുളത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള കോവിലകത്ത് ഒരു തമ്പുരാൻ അവിടെ എഴുന്നള്ളിയിരിക്കും. തമ്പുരാന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചെമ്പട കൊട്ടുന്നത്. തമ്പുരാന് നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ സാധ്യമല്ല അത്രേ. കാരണം എന്താ വെച്ചാൽ, രണ്ട് രാജാക്കന്മാർ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണങ്ങുക അല്ലെങ്കിൽ ഒരാൾ എഴുന്നേൽക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തമ്പുരാൻ അവിടെ ഇരിക്കുള്ളൂ, ഇങ്ങോട്ട് വരില്ല എന്നാണ് പറയണത്. പിന്നെ അത് ആ വക കൊട്ടൽ മാത്രമല്ല, വക കൊട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിറ്റേ ദിവസത്തെ മേളപ്രമാണിയെയും മേളക്കാർ തന്നെ ഏതേത് സ്ഥാനങ്ങളിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് കൽപ്പിക്കുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഓരോരുത്തർ മേളത്തിന് വരുമ്പോൾ തന്നെ ഞാൻ ഇന്ന ഭാഗത്ത് നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് വരാറ്. അതാണ് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത. അന്ന് രാജാവ് കൽപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്നിട്ട് 5 രൂപ മുതൽ 4000 രൂപ വരെ ആശാൻ കൊട്ടി എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. 4000 രൂപ പ്രതിഫലം കിട്ടുന്നത് വരെ ഞാൻ മേളം കൊട്ടി. പിന്നെ ഒരു ഘട്ടത്തിൽ ഇവിടെ മേളക്കാർ സമരമുണ്ടായിട്ടുള്ള അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അത്രേ. കേമമായി നടക്കുന്ന ഒരു ഉത്സവത്തിന് ഒരു 5 or 6 ചെണ്ടക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഒരു കൊല്ലം 1-2 ദിവസം മേളം വേണ്ടി വന്നു. ആരും പങ്കെടുത്തില്ല, പ്രതിഫലം തീരെ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അന്നത്തെ അധികാരിയായിരിക്കുന്ന തച്ചുട കൈമള് വന്നു, എന്താണ് ഇത് അവസ്ഥ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് ഉത്സവം ദേവൻ്റെ ഉത്സവമാണ്, കേമായി തന്നെ നടക്കണം, എല്ലാവരെയും വിളിക്കണം, പരമാവധി ആൾക്കാരെ ഉൾപ്പെടുത്തി നടത്തണം. അന്ന് എന്നിട്ട് കൈമളുടെ നിർദ്ദേശപ്രകാരം രൂപയ്ക്ക് 1/2 രൂപ വീതം കൂട്ടിക്കൊടുത്തു എന്നാണ് പറയണം. എന്ന് പറഞ്ഞാൽ ഒരു 8 രൂപ പ്രതിഫലം മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1/2 രൂപ വെച്ച് കൂടിയാൽ 12 റുപ്യ അന്ന് പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ കുറച്ച് പൈസ കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അന്ന് ഇതേപോലെ ഒരു മേളത്തിന് കരാറ് കൊടുക്കുന്ന സിസ്റ്റമോ അല്ലെങ്കിൽ കച്ചീട്ട് വെച്ച് ഏറ്റെടുക്കുന്ന സിസ്റ്റമോ ഒന്നുമല്ല. പറഞ്ഞത് പ്രകാരം ഒരു പൊന്നുവീട്ടിൽ കൃഷ്ണമേനോൻ എന്നാണ് ആശാൻ പേര് പറഞ്ഞത്. ഒരു കുടുംബം വെച്ചിട്ടുള്ളൊരു രൂപമൊക്കെ ആശാൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം ചുമതലക്കാരനായിട്ടുണ്ടാവും. വരുന്ന ആൾക്കാരെ മുഴുവൻ ഒരു രജിസ്റ്ററിൽ പേരെഴുതി ചേർക്കും, വരുന്ന ആൾക്കാരെ ചേർക്കും ഇങ്ങനെ മേളത്തിന്. അപ്പം അന്നൊക്കെ കൊടുത്തിരുന്നത് പേരെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അരി, അതുപോലെ കുമ്പളങ്ങ, വെള്ളരിക്ക, ചില സാധനങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചു പോയിരുന്നത്. പലർക്കും ഊണിന് വേണ്ടി മാത്രമാണ് അവർ വന്നിരുന്നത്. അപ്പം അങ്ങനെ കുറേ ത്യാഗം സഹിച്ച് വന്നിട്ടുള്ള മേളക്കാരായിരുന്നു നമ്മുടെ പൂർവികര്. ആ ഒരു അനുഭവത്തിൽ അവരുടെയൊക്കെ ആ ത്യാഗത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഈ മേളത്തെ പറ്റി എന്ത് പറയാൻ? കൂടൽമാണിക്യത്തിലെ മേളത്തിൻ്റെ അടിയന്തരം അതുപോലെ വടക്കൂട്ട് മാരാത്തൊക്കെ ആയിരുന്നു. വടക്കൂട്ട് മാരാത്ത് എന്ന് പറയുന്നത് അച്ചുമാൻ താമസിച്ചറിൻ്റെ തൊട്ട് അപ്പുറത്ത് അച്ചുമാൻ, അത് കയ്യാല വീടായിരുന്നു എന്നാണ് പറയണത് വടക്കൂട്ട് മാരാത്തിൻ്റെ. അതുപോലെ കിഴക്കേ ഭാഗത്തും ഒരു മാരാത്ത് വീട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോപുരത്തിൻ്റെ അവിടെ നിന്നുള്ള ഈ വടക്കേ ഭാഗത്തുള്ളൊരു വീട്, ഗോപുരത്തിനോട് ചേർന്ന് വടക്കേ ഭാഗത്ത് 2ാമത്തെ വീടോ മറ്റോ, അവിടെ ഉണ്ടായിരുന്നൊരു മാരാർ, അച്യുതമാരാർ എന്ന് പേര് പറഞ്ഞു. അദ്ദേഹത്തിന് പാട്ടടിയന്തരമായിരുന്നു. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് അഷ്ടപതി പാടുക എന്നുള്ളതായിരുന്നു അടിയന്തരം. പിന്നെ വയ്യാതായതിന് ശേഷം അദ്ദേഹം അതും വടക്കൂട്ട് മാരാത്തേക്ക് തീറായി കൊടുത്തു എന്നാണ് പറഞ്ഞത്. 70 രൂപയ്ക്ക് തീറ് കൊടുത്തു എന്നാണ് പറഞ്ഞത് അടിയന്തരം. അപ്പം അന്നൊക്കെ ഈ അടിയന്തരത്തിന് കിട്ടുന്നത് ചോറാണ്. ഈ ഉണക്കച്ചോറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ഇതൊക്കെ ഏറ്റെടുത്തിരുന്നതും നടത്തിയിരുന്നതും. അപ്പോൾ അങ്ങനെ അതിനുശേഷം വടക്കൂട്ട് മാരാത്ത് ഈ ഒരു 2-3 മാരാന്മാരുടെ പേര് പറയേണ്ട, ഒരു കൃഷ്ണമാരാര്, രാമൻകുട്ടി മാരാര്, കുഞ്ഞികൃഷ്ണമാരാര് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഉണ്ടായിരുന്നു. അവരായിരുന്നു അന്നൊക്കെ പ്രമാണിമാരായിട്ട് കുറച്ച് നേരം ഒക്കെ തുടക്കത്തിലൊക്കെ നിന്നിരുന്നത്. പിന്നീടാണ് ഈ
പെരുമനം നാരായണമാരാർ വന്നത് മുതൽക്കാണ് ഒരു പ്രധാനിയായിട്ടുള്ള പ്രമാണി. അദ്ദേഹം നല്ല ഉയരവും സൈസൊക്കെ ഉള്ള ആളായിരുന്നു അത്ര. അദ്ദേഹം വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിറയും അരങ്ങ്. അന്ന് മുതൽക്കാണ് കേമമായിട്ടുള്ളൊരു പ്രമാണി എന്നുള്ള രീതിയിലും ഉത്സവത്തിൻ്റെയൊക്കെ സമ്പ്രദായമൊക്കെ മാറി തുടങ്ങിയത്. പിന്നീട് ഒരു കുഞ്ഞന്മാരാർ, പരിയാരത്ത് കുഞ്ഞന്മാരാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രമാണത്തിൽ വന്നു. അതിനുശേഷം പെരുമനത്തപ്പുമാരാർ, കുമരപുരത്തപ്പുമാരാർ, ചക്കംകുളം അപ്പുമാരാർ, അതുപോലെ നമ്മുടെ തൃപ്പേക്കുളം അച്യുതമാരാർ, പെരുവനം കുട്ടേട്ടൻ, സതീശേട്ടൻ, ചെറുശ്ശേരി കുട്ടൻ, ഇങ്ങനെ തുടർന്നിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുവിധം അറിയണ്ടാവാം. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കുറേ ക്ലേശം സഹിച്ച് ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടു വന്നതാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മേള പാരമ്പര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ മേളം ഇവിടെ എത്തി നിൽക്കുന്നതിൽ എൻ്റെ തന്നെ ആശാനായിട്ടുള്ള ശിവദാസ് ആശാനും ഒരു പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അനവധി വിദ്യാർത്ഥികൾ മേളം പഠിച്ചു വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ പ്രവർത്തിക്കുന്നവരുമാണ് ഈ മേഖലയിൽ. അതുപോലെ തന്നെ പ്രവർത്തിക്കാത്തവരുണ്ടെങ്കിലും അതിൽ തന്നെ കുറേ ആസ്വാദകരെ സൃഷ്ടിക്കാനെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വഴിത്തിരിവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേള വിദ്യ കൂടൽമാണിക്യത്തിൻ്റെ രണ്ട് ചോദ്യം സാംസ്കാരിക ഭൂമിയുടെ ഭൂമിയിലെയും വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രം അതിൻ്റെ 7 ക്ഷേത്രങ്ങളോ ഇതിനോട് അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ അവിട്ടത്തൂർ, കടുത്തുശ്ശേരി അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാമങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ മേളങ്ങളിലെ വ്യത്യസ്തത ഉണ്ടോ? രണ്ടാമത്, ഘടനാപരമായിട്ടുള്ള ഇവിടുത്തെ പഞ്ചാരിയുടെ 5-ാം കാലം കഴിഞ്ഞാൽ ചെമ്പട വക കൂട്ടുന്നു എന്ന് വകയ്ക്കിടയിലുള്ള ഒരു കഷ്ണം അവിടെ കൂട്ടുന്നുണ്ട്. അതിനുശേഷം നടപ്പര കലാശം അല്ലെങ്കിൽ തീരുകലാശം പറയണം. ഈ ഘടന തന്നെ 5-ാം കാലത്തോടുകൂടി തീരുന്നതാണ് പഞ്ചാരി മേളം സ്വതുവേ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു പ്രദക്ഷിണ വഴിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഘടന അല്ലെങ്കിൽ ആ ഒരു ഗ്രാമക്ഷേത്രം എന്നുള്ള രീതിയിലുള്ളതാണോ, അതോ 5-ാം കാലത്തോടുകൂടി മേളം എന്ന് പറഞ്ഞാൽ പഞ്ചാരി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മേളത്തിന് അനുബന്ധമായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളും മേളകലയുടെ ഭാഗം തന്നെയല്ലേ? ക്ഷേത്രത്തിൻ്റെ മകൾക്കകത്ത് ചെമ്പട പൊതുവെ അല്ലെങ്കിൽ പാണ്ടി കൊട്ടാറില്ല എന്ന് പറഞ്ഞു. മറ്റു മേളങ്ങളിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇവിടെ കൊട്ടുന്നുണ്ടോ? പിന്നെ മേളത്തിൻ്റെ അനുസാരിയായിട്ട് നിൽക്കുന്ന മാരാന്മാരല്ലാത്ത കൊമ്പ്, കുഴൽ, ഇലത്താളം, വരന്തല ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അധികം ഒരു കുറച്ചെങ്കിലും ഒരു വിവരം ഷെയർ ചെയ്യാൻ പറ്റിയത് നന്നായി. ക്ഷേത്രത്തിൻ്റെ അടിയന്തരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാരാർ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതിൽ അർഹതയുള്ളത്. അതുകൊണ്ട് കൊമ്പ്, കുഴല്, താളം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് അടിയന്തരം വിധിച്ചു കൊടുക്കാറില്ല. അത് ഇവരുടെ തന്നെ സ്വാധീനത്തിലുള്ള ആൾക്കാരെ അതിനനുസാരി വാദ്യക്കാരായിട്ട് അടിയന്തരത്തിന് വേണ്ടിയിട്ട് വിളിക്കാറേ പതിവുള്ളൂ. ഏത് അടിയന്തരത്തിനായാലും ചുരുങ്ങിയത് 4 മാരന്മാർ വേണം എന്നാണ്. അത് പാണിക്ക് നിശ്ചയിച്ചു കൊണ്ടാണ്. പാണിക്ക് 2 മരം, ഒരു പ്രധാന മരം, ഒരു ഇണമരം, ഒരു ശംഖ്, ഒരു ചേകില എന്ന് പറയുന്ന 4 വാദ്യങ്ങൾ പാണിക്ക് നിർബന്ധമാണ്. ഇത് 4 മാരാന്മാർ തന്നെ കൈകാര്യം ചെയ്യാറാണ് പതിവ്. പിന്നെ ബാക്കി കൊമ്പ്, കുഴൽ, താളത്തിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുള്ള വേറെ ആൾക്കാരെ വിളിക്കാറാണ് പതിവുള്ളത്. പിന്നെ പഞ്ചാരി കഴിഞ്ഞ് കൊട്ടുന്നതായിട്ടുള്ള ഭാഗം, ചെമ്പടയ്ക്ക് മുമ്പ് ഇടയിൽ കൊട്ടുന്ന ഒരു മുറിയടത്ത ഭാഗം എന്ന് ചിലർ പറയാം. ചിലര് ഒരു കൂറ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് അതിന് പറയാറുണ്ട്. വേറെ ചില ആൾക്കാർ ഇത് പഞ്ചാരിയുടെ തന്നെ 6-ാം കാലമായിട്ട് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല. പഞ്ചാരി 5-ാം കാലം കഴിയുന്നത് 6 അക്ഷരത്തിലാണ്, ആ ഭാഗം കൊട്ടുന്നത് 3 അക്ഷരത്തിലാണ്. അപ്പൊ തൊട്ടടുത്ത കാലം എന്നുള്ള രീതിയിൽ അതിനെ പറയുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ ഈ ഭാഗം കൂടി കൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ചെമ്പടയിലേക്ക് കടക്കുന്നത്. ഇവിടെ വടക്കേ നടയിലെ ചെമ്പട വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ആ 6-ാം കാലം കൂടി കൊട്ടിക്കഴിഞ്ഞിട്ട് ചെമ്പടയിലേക്ക് കടക്കുന്നു. അപൂർവം ചില ദിക്കിലെ ഈ 6-ാം കാലം എന്ന് പറയുന്നത് പൊട്ടാതെ നേരിട്ട് ചെമ്പടയിലേക്ക് കടക്കുന്നതും ഉണ്ട്. ചില ഭാഗങ്ങൾ അത് പ്രമാണിയുടെ സ്വാധീനത്തിനനുസരിച്ച് ചെയ്യും. പക്ഷെ കൂടൽമാണിക്യത്തിൽ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അത് ഇവിടുത്തെ ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം കാലങ്ങളായിട്ട് നിലനിന്ന് പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നിലനിർത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആ കാലം കൂടി കൂട്ടി തന്നെയാണ് ചെമ്പടയിലേക്ക് കടക്കാറുള്ളത്. ചെമ്പട കഴിഞ്ഞിട്ട് കിഴക്കേ നടപ്പുരയിൽ വന്നിട്ട് പിന്നെ തീരുകലാശവും കൊട്ടുന്നു.
പിന്നെ ഒരു ചോദ്യം കൂടെ എന്തായിരുന്നു? മറ്റ് മേളങ്ങൾ ക്ഷേത്രങ്ങളുള്ളിലോ അനുബന്ധമായിട്ട് പുറത്തുണ്ടോ? മറ്റ് മേളങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പഞ്ചാരി ചെമ്പടയിൽ അല്ലാണ്ട് വേറൊരു മേളവും കൊട്ടാറില്ല. മറ്റ് ക്ഷേത്രങ്ങളിലാണ്, ഇതിന്റെ കീഴടത്തിൽ വരുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിലും അതുപോലെ ഇരിഞ്ഞാലക്കുട ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലാണെങ്കിലും മറ്റു മേളങ്ങളൊക്കെ കൊട്ടാറുണ്ട്. ഇപ്പൊ ഇരിഞ്ഞാലക്കുടയുടെ മുനിസിപ്പാലിറ്റിയിൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ മൂർഖനാടൊക്കെ ഏരിയ. മൂർഖനാട് ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് അവിടെ മേളങ്ങൾ രാവിലെ മാറിക്കൊട്ടാറുണ്ട്. ചെമ്പൈ, ചെമ്പട, അടന്ത, ധ്രുവവും ലയവും ഒക്കെ കൊട്ടാറുണ്ട്. ഞാനും കൂടെ കൊട്ടിയിട്ടുള്ളതാണ് അവിടേക്ക്. പക്ഷെ ഇവിടെ മാത്രം അത് പറ്റില്ല. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം കേമമായി മാത്രം നടക്കുന്ന ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ ആ രാജസ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാരിയെ തന്നെയാണ് ഇവിടെ കൊട്ടാനുള്ളത്. മാത്രവുമല്ല ഇവിടുത്തെ മേളം എങ്ങനെ പോയാലും രാവിലെ 3 മണിക്കൂർ അധികം ഉണ്ടാവാം, രാത്രിയാണെങ്കിൽ 2 മണിക്കൂർ ചെറുതാവില്ല. അപ്പൊ അത്രയും സമയ ദൈർഘ്യം എടുത്തുകൊണ്ടും പിന്നെ അനവധി ആൾക്കാർ ചേർന്ന് കൊട്ടുന്ന ഒരു മേളമാണ്. ഇപ്പോൾ 100-ൽ പരമോ വരുന്ന കലാകാരന്മാർ, അത് പണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. പണ്ടും ഇത്രയേറെ കലാകാരന്മാർ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് അതിൽ ഇഴുകിച്ചേരാൻ പഞ്ചാരി മേളത്തിന് സാധിക്കും. കാരണം പഞ്ചാരി മേളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഘട്ടവിഭജനങ്ങൾ കൃത്യമായിട്ടുള്ള ചെമ്പടയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 12 ചെമ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതികാലമായി, പിന്നെ 6 ചെമ്പട, പിന്നെ 3 ചെമ്പട, പിന്നെ 1.5 ചെമ്പട, 3/4 ചെമ്പട, ഈ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ കൊമ്പുകാർക്ക് ഊതി കൊടുക്കാനായാലും കുഴലുകാർക്ക് പ്രവർത്തിക്കാനായാലും ഇലത്താളക്കാർക്ക് പിടിക്കാനായാലും ഒക്കെ ഈ ചെമ്പട കണക്ക് വളരെ ഉചിതമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ പഞ്ചാരി മേളത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പഞ്ചാരിയാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. ഇത്രയേറെ ആൾക്കാർ യോജിച്ച് ചെയ്യുമ്പോൾ പഞ്ചാരിയാണ് അതിന് ഏറ്റവും യോജിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു സംശയം ചോദിക്കാം, പാണ്ടി, തൃശ്ശൂർ പൂരത്തിൻ്റെ പാണ്ടി, ഇലഞ്ഞിത്ര മേളത്തിൻ്റെ പാണ്ടി, അതും ഈ പറഞ്ഞ പോലെ കുറേ സമയമെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ പാണ്ടി ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മതിൽക്കകത്ത് പാണ്ടിക്ക് വിധിയില്ല. പാണ്ടി മേളം പൊതുവിൽ മതിൽക്ക് പുറത്താണ്. ഉത്സവ സമ്പ്രദായങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ കൊടുങ്ങല്ലൂർ ഇതിന് വിപരീതമായിട്ട് കണ്ടിട്ടുണ്ട്. ശൃംഗപുരം ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് എന്നും കാഴ്ചശിവലിക്ക് പാണ്ടിയുണ്ട്, അമ്പലത്തിൻ്റെ മതിൽക്കകത്ത് തന്നെയാണ് അത് നടക്കുന്നത്. അതുപോലെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ കൊന്നക്കൽ പാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാണ്ടിയുണ്ട്, അതും മതിൽക്കകത്ത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പെരുവനം പൂരത്തിന് ശാസ്താവിന് പാണ്ടിയാണ്. അത് തുടങ്ങുന്നത് പെരുവനം ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, പക്ഷെ കൊട്ടുന്നത് മുഴുവൻ പുറത്താണ്. അതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ പാണ്ടി എന്ന് പറയുന്നത് തുടങ്ങുന്നത് പാറമേക്കാവിൻ്റെ പുറത്തുനിന്നാണ്, കൊട്ടുന്നത് വടക്കുന്ന അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ചില എക്സെപ്ഷണൽ കേസുകൾ ഇതിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിരുന്നാലും പൊതുവിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന ഒരു ജനറൽ നിയമം മതിൽക്കകത്ത് പാണ്ടി ഒഴിച്ചുള്ള മേളങ്ങൾക്കാണ് വിധിയുള്ളത്, മതിൽക്ക് പുറത്താണ് പാണ്ടിക്ക് വിധിയുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കഥകളി ക്ലബിൻ്റെ പുതുവത്സരാശംസകൾ. കുട്ടികൾ താരാട്ടുപാട്ടോടുകൂടി 2-3 മാസമാകുമ്പോൾ തന്നെ കേൾക്കുന്നൊരു കാര്യമാണ് മേളം. കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ തുടങ്ങുന്ന സമയം മുതൽ കുട്ടികളുടെ ഉള്ളിൽ അത് ഹൃദിസ്ഥവുമാകും. രാഗത്തിനും ഒക്കെ അതിന് പ്രാധാന്യം ഇണക്കി ചേർത്ത് വളരെ നന്നായി ക്ഷേത്രത്തിൻ്റെ ഒരു അനുഷ്ഠാനമായി അതിനെ ബന്ധിപ്പിക്കാൻ കൂടി ചെയ്തപ്പോഴാകാം ഇന്ന് ഏറ്റവും അധികം ആസ്വാദകരുള്ളത് മേളത്തിനാണ്. അതുപോലെ തന്നെ ഒരു കല നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കൾ ധാരാളം വരണം. ഇന്ന് സാധാരണ നിലയിൽ ധാരാളം കുട്ടികളും ഈ കല പഠിക്കുന്നുണ്ട് എന്നതും ശരി തന്നെയാണെങ്കിലും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മുഴുവൻ ആളുകൾക്കും കിട്ടാറില്ല. കാരണം അതിനെപ്പറ്റിയുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കൽ കുറവായിരിക്കും. പക്ഷെ ക്ലബ്ബ് ഈ ഏറ്റവും അസാധ്യതയുള്ള അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഈ മേളം എന്ന കലയെ
അതിൻ്റെ ഗവേഷണം കൂടി ചെയ്ത് അതിന് പുതിയ പുതിയ താളങ്ങൾ കൂടി കണ്ടുപിടിച്ചിട്ടുള്ള ദിനേശിനെ തന്നെ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഈ പ്രബന്ധം വളരെയധികം ഹൃദ്യമായി. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഇതിനെ ആസ്വാദ്യ കൂടാനായിട്ടുള്ള ഒരു നല്ലൊരു പ്രബന്ധമായിട്ട് ഇതിനെ കണക്കാക്കാം. അതിന് ക്ലബിൻ്റെ ഇങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിന് ക്ലബിൻ്റെ എല്ലാ നന്ദിയും ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ പ്രബന്ധത്തെക്കുറിച്ച് ഈ കലയിൽ കലാമണ്ഡലം ശിവദാസിന്റെ ശിഷ്യനായി ധാരാളം തലമുറകളിൽ പ്രയോക്താവായി കൂടിയിട്ടുള്ള എൻ്റെ തന്നെ ബന്ധുവായ ശ്രീ വിഷ്ണുദാസിനെ ഈ പ്രബന്ധത്തെക്കുറിച്ച് 2 വാക്ക് പറയാനായി ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ദിനേശൻ പറഞ്ഞ പോലെ കലാമണ്ഡലം ശിവദാസിന്റെ ശിഷ്യന്മാരില് പണ്ട് പ്രയോക്താവായിരുന്ന ഇപ്പൊ ഒരു ആസ്വാദകനായി മാറിയ ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. ഈ ഒരു ദിനേശന്റെ ഈ ഒരു അവതരണം തികച്ചും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം പഞ്ചാരിമേളത്തിന്റെ അതിന്റെ രാജകീയതയെ കുറിച്ചും ആ പലതരം മേളങ്ങളെ കുറിച്ചും അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും കൂടൽമാണിക്യം ഉത്സവത്തിൽ എന്തുകൊണ്ട് പഞ്ചാരി ഉയർന്നു നിൽക്കുന്നു എന്നതിനെ കുറിച്ചും നമ്മുടെ പൂർവികർ എന്താ പറയുക ചെയ്ത ത്യാഗങ്ങളെയും അതിൽ നിന്ന് ഉയർന്നു വന്ന ഈ മേളത്തിന്റെ വലിയൊരു സൗന്ദര്യത്തെ കുറിച്ചും എല്ലാം വളരെ നന്നായി ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്ന ദിനേശന്റെ അവതരണം എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഓർക്കസ്ട്ര എന്നാണ് മേളത്തിനെ കുറിച്ച് പറയണ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പഠിക്കണ സമയത്ത് മാത്രമാണ് ഇത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും ആ മേളം പൊട്ടാൻ വരുന്ന 100-ൽ പരം കലാകാരന്മാരും ഇത് തലേ ദിവസം ഇരുന്ന് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടല്ല വരുന്നത്. അവരെല്ലാരും പല ആശാന്മാരുടെ അടുത്തും പല തരത്തിലും പഠിച്ച് വരുന്ന കലാകാരന്മാർ ഒന്നിച്ചു നിന്ന് ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ ഒരേ സ്വരത്തിൽ നിന്ന് കൊട്ടുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഓർക്കസ്ട്രയാണ് മേളം എന്നത്. അതിനെക്കുറിച്ച് ഇത്രയും നന്നായി പറഞ്ഞു തന്ന ദിനേശേട്ടന് നന്ദി. താങ്ക് യു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശരിയായി തോന്നിയതെല്ലാം ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്നു. ഈ സുവർണ ജൂബിലിയിൽ ഇത്രയും നല്ല പ്രബന്ധം അവതരിപ്പിച്ച ദിനേശൻ വാര്യരെ ആദരിക്കുന്നതിനായി ക്ലബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പ്രദീപ് നമ്പീശിനെ ക്ഷണിച്ചു.